എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് നന്നായി കുഴച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം നമുക്ക് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 2 ഗ്ലാസ് അരി കഴുകി കുതിർത്ത് വാരി വെച്ചിരിക്കുന്നതാണ്. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ അരികൾ തമ്മിൽ ഒട്ടാത്ത രീതിയിൽ ഒന്ന് വെള്ളമൊക്കെ വറ്റി ഒട്ടാത്ത രീതിയിലിരിക്കുന്ന ആ ഒരു പാകമാകുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ റൈസ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം. അതേ നെയ്യിലേക്ക് തന്നെ സവോളയൊന്ന് പൊരിച്ചെടുക്കാം. അതിനായി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഒരു 20 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് സവോളയാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ നമ്മൾ സവോളയ്ക്ക് മുന്നേ വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടതായിരുന്നു, വിട്ടുപോയി. ഇപ്പം നമ്മൾ സവോള ഇട്ട് കൊടുത്തു. ഇനി ഈ കൂടെ തന്നെ മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ചെയ്യാനുള്ള ഗുണം ചെയ്ത് കൊടുക്കാം. ഒരു ശകലം നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ചൂടായ ശേഷം കറുവാപ്പട്ടയും ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സവോള ഇടുന്നതിന് മുന്നേ കുക്കറിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു, വിട്ടുപോയത് കൊണ്ടാണ്, ക്ഷമിക്കണം. നമുക്കിങ്ങനെ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലക്കൂടാണ്. കുറച്ച് മുമ്പ് ചതച്ച് വെച്ചത് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ബേ ലീവ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളക് അരച്ച് ചേർത്തുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പച്ചപ്പൊക്കെ നന്നായി ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു തക്കാളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ഉടങ്ങി വരുന്ന പാകമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടി ഒന്നിട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത ശേഷം ഒരു 20 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റോളം വേവിക്കണേ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്ത് വെച്ചിരിക്കുന്ന ആ റൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈരും 1 നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് വേണമെങ്കിൽ മസാലയൊക്കെ ചേർത്ത ആ കൂടെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ റൈസ് ഇട്ടതിൻ്റെ കൂടെയാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും ഇഷ്ടം എങ്ങനെയാണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, ആവശ്യത്തിന് വെള്ളം. അതായത് ഇവിടെ ഇപ്പം 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിക്കപ്പം 3 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അതായത് കണക്കനുസരിച്ച് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അരി അളന്ന് സെയിം കപ്പിൽ തന്നെ വെള്ളം എടുക്കണം, അല്ലെങ്കിൽ അളവ് മാറിപ്പോകും. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത ശേഷം ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിലടുപ്പിച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഓൾറെഡി പകുതി വെന്തതാണ്, അപ്പോൾ ഒരു വിസിലടുപ്പിച്ചെടുക്കാം. എയർ പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആവി പറക്കുന്നതുകൊണ്ട് നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഈ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട ഇതൊക്കെ നമുക്കൊന്ന് പിറക്കി മാറ്റാം. അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായി നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മുഴുവൻ ഇട്ടില്ലായിരുന്നു, ശകലം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം. ഒരു മുട്ടയും കൂടെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.